സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ 1000-ലധികം നഴ്സുമാരുടെ കുറവുണ്ടെന്ന് ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. ഇതുമൂലം സർക്കാർ ആശുപത്രികൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. 40 ബെഡിന് ഒരു നഴ്സ് എന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നടക്കുന്നതെന്നും ക്യാൻസറിന് ഉൾപ്പെടെയുള്ള പല അവശ്യ മരുന്നുകളും ആശുപത്രികളിൽ ലഭിക്കാറില്ലെന്നും ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പ്രതിനിധികൾ റിപ്പോർട്ടറോട് പറഞ്ഞു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ നഴ്സുമാരുടെ അഭാവം മൂലം നവജാത ശിശുക്കൾ മരിക്കാറുണ്ടെന്ന ജീവനക്കാരുടെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് ഞങ്ങൾ ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ പ്രതിനിധികളെ തേടിപ്പോയത്. SAT മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റ് സർക്കാർ ആശുപത്രികളും ഗുരുതരമായ പ്രതിസന്ധിയിലാണെന്ന വിവരമാണ് പ്രതിനിധികൾ ഞങ്ങൾക്ക് നൽകിയത്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പുണ്ട്, അത് മെഡിക്കൽ കോളേജുകളുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൽ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുണ്ട്. ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ 1000-ലധികം തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. മെഡിക്കൽ കോളേജിലാണെങ്കിലും വിവിധ മേഖലയിലായിട്ട് വിവിധ പോസ്റ്റുകളിലായിട്ട് 1000-ഓളം തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 5 സർക്കാർ മെഡിക്കൽ കോളേജുകളിലായി 1000-ലധികം സ്റ്റാഫ് നഴ്സുമാരുടെ കുറവുണ്ട്. മറ്റ് സർക്കാർ ആശുപത്രികളിലായി 600-ഉം, അതായത് 40 ബെഡിന് ഒരു നഴ്സ് മാത്രം. ഒരു വാർഡിൽ ഒരു നഴ്സ് നോക്കേണ്ടി വരുന്നത് 40 മുതൽ 70 വരെ രോഗികളെ ആകുമ്പോൾ തീർച്ചയായിട്ടും ശരിയായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കാറില്ല. ആശുപത്രികളിൽ ക്യാൻസറിന് ഉൾപ്പെടെയുള്ള മരുന്നുകൾ കിട്ടാറില്ല. അണുബാധ തടയാൻ മാസ്കോ ഗ്ലൗസോ ഇല്ല. പലപ്പോഴും സ്റ്റാഫ് നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്ക് തുടക്കത്തിൽ ലഭിക്കുന്ന പരിശീലനം ഒഴിച്ചാൽ പിന്നീട് വിരമിക്കുന്നതുവരെ മറ്റൊരു പരിശീലനവും ആരോഗ്യവകുപ്പ് നൽകാറില്ലെന്നും അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. ശ്യാമാലഞ്ചേരി, റിപ്പോർട്ടർ, തൃശൂർ.